ഇത് നമുക്ക് ചെറുപയറും കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ എടുക്കുമ്പോഴായിരുന്നാലും ഏറ്റവും ആദ്യം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിരിക്കണം. അത് കടലിൽ ഒഴിച്ചിട്ട് ബാക്കി ഒരുവിധം എല്ലാ പയറുവർഗ്ഗങ്ങളും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയില്ലെങ്കിലും കുക്കറിലിട്ടിട്ട് നമ്മൾ കുറേ നേരം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ വെന്ത് കിട്ടും. പക്ഷെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് വേവിച്ചെടുക്കുന്നതും വെള്ളത്തിലിട്ടിട്ട് കുതിർത്താണ്ട് വേവിച്ചെടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കുന്ന പയറുവർഗ്ഗങ്ങൾ വെന്ത് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. വെന്ത് പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ കറി വയ്ക്കാൻ എടുക്കാൻ പോണതിന് മുമ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ കറി വയ്ക്കണം, ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഈ പയറുവർഗ്ഗങ്ങൾ ഇട്ട് വെക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഈ പയറുവർഗ്ഗങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് നല്ല തിരക്കുണ്ടെങ്കിൽ മാത്രം അതേപോലെ ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് സമയം കൂടുതലിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കാം. ഇനി ഇത് തോരനാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പിടി ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ ഞാനിവിടെ ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചെറുപയർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്ത് പയറുവർഗ്ഗങ്ങളും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കാൻ പോണതിന് മുമ്പ് ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സവോളയും വേണം, ഇഞ്ചിയും വേണം, പച്ചമുളകും വേണം, കറിവേപ്പിലയും വേണം. സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും ചേർക്കില്ല, ഇഞ്ചിയും ചേർക്കില്ല. ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കണില്ല, പക്ഷെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറുപയറിന് തോരനായതുകൊണ്ട് ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തേക്കുന്നത്. പിന്നെ ഒരു മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്. ഇത് തോരനായതുകൊണ്ട് ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കണില്ല, പെരുവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ തോരനിലേക്ക് ഈ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കണില്ല, പക്ഷേ നമുക്ക് ഈ തോരനിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ അതേപോലെയാണ് തോരൻ ഉണ്ടാക്കാറ്, നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം. ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇത് ഞാൻ ആ തോരനാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. പിന്നെ കടുകും വേണം, ഉണക്കമുളകും വേണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചെറുപയർ ഏറ്റവും ആദ്യം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തോരനാക്കാന്ന്. ഈ പയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പയർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പയർ കുക്കറിലേക്ക് ചേർക്കാം. ഇതൊരു 4 പിടി പയറുള്ളൂവെങ്കിലും ഇത് വെന്ത് വന്നു കഴിയുമ്പോൾ ഇത് അത്യാവശ്യം പയറുണ്ടാവും. ഈ പയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഈ പയർ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. പയർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്, പിന്നെ കുറച്ച് വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പയർ ശരിക്കും വെന്ത് കിട്ടില്ല, പയർ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതേപോലെ ഇത്രയ്ക്ക് വെള്ളം ചേർക്കാം. നമുക്ക് തീ ഓണാക്കാം. കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടി വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ കുക്കർ തുറക്കാം. ഇപ്പോൾ പയർ ശരിക്കും വെന്തിട്ടുണ്ട്. പയർ വെന്ത് വന്നു കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം, വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് വെന്തിരിക്കണം. ഇനി നിങ്ങൾ പയർ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കുക്കർ തുറന്ന് നോക്കുമ്പോൾ പയറിൽ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് പയർ വേവിച്ചെടുക്കുക. പയർ വെന്തിട്ട് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകരുത്. അപ്പം അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഇത് വെച്ചിട്ട് തോരനാക്കുക. പയർ തോരനാക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഇപ്പോൾ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. തോരനൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വെക്കുക. ഇതിവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുകയാണ്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. നന്നായിട്ട് പൊട്ടണം. കടുക് നന്നായിട്ട് പൊട്ടിയില്ലെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ കടുകിനൊരു കൈപ്രസ് ഉണ്ടാവും. പിന്നെ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കൂടുതൽ നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകും. അപ്പോഴും കടുകിനൊരു കൈപ്രസ് ഉണ്ടാവും. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ഇതിനകത്ത് കിടന്നിട്ടൊന്ന് മൊരിയണം.
ഇതിലേക്ക് പച്ചമുളക് ചേർക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. സവോള ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇനി സവോളയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളിയൊക്കെയാണ് തോരനുണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി നല്ലത്. എനിക്കിവിടെ കടയിൽ എപ്പോൾ പോയാലും ചില സമയത്തൊന്നും ചുവന്നുള്ളി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ചുവന്നുള്ളി ഉപയോഗിക്കാത്തത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും തോരൻ വയ്ക്കുമ്പോൾ ചുവന്നുള്ളിയിലാണ് തോരനുണ്ടാക്കുക. സവോളയ്ക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും മഞ്ഞളിൻ്റെ പൊടിക്കും കുറച്ച് കൂടുതൽ ചേർക്കാം. ഈ മഞ്ഞളിൻ്റെ പൊടി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞാൽ മതി. അപ്പോൾ ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും മഞ്ഞളിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും വളരെ നല്ലതാണ്. അത് നിങ്ങൾ മഞ്ഞളിൻ്റെ പൊടിയൊന്നും കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങരുത്. മില്ലിൽ കൊടുത്തിട്ട് ഈ മഞ്ഞൾ നമുക്ക് കടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചിട്ട് ഇടുക. അത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് പോകുമ്പോൾ ഇതേപോലെ മഞ്ഞളിൻ്റെ പൊടി മുളകിൻ്റെ പൊടിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുപോകുക. അപ്പോൾ മഞ്ഞളിൻ്റെ പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. മസാലപ്പൊടികളും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതെല്ലാ മസാലപ്പൊടികളും ചേർക്കുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ പയർ ചേർക്കാം. പയർ വേവിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്. തോരനൊക്കെ ആകുമ്പോൾ പയർ ഇതേപോലെ വെന്താൽ മതി. ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്. കറിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയും കൂടുതൽ വേവിക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 പിടി തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇത്രയ്ക്കും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും ചേർക്കണ്ട. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ തീ ആദ്യം കുറച്ച് വയ്ക്കുക. അതിനായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തീ പതുക്കെ കൂട്ടി വെച്ചാൽ മതി. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ബാച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു കറിയാണത്. ഇതൊന്നല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്.